ഞങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ശ്രമിച്ചതുപോലെ നിങ്ങൾ ആർക്കാണ് ഇവിടെ മറുപടി പറയാൻ ശ്രമിച്ചത്? പക്ഷേ മറുപടി ആയില്ല എന്ന് നിങ്ങൾക്കറിഞ്ഞു. ഉൾവലിയേണ്ടി വന്നു. നിങ്ങൾ ഒരു 10 ഘട്ടങ്ങൾ ഞാൻ അതിൻ്റെ തെളിവായി ഇവിടെ കൊണ്ടുവരികയാണ്. ഞങ്ങൾക്കെതിരിൽ നിങ്ങൾ ആദ്യം മുതൽ മറുപടി പറയാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ, അതും പറയണമെങ്കിൽ ഒരുപാട് ടൈമുണ്ട്. ഞാനൊരു 10 സെലക്ട് ചെയ്തതാണ്. ഒന്ന്, സിറാജ് പത്രം. സിറാജ് പത്രം 2013 സെപ്റ്റംബർ 6. അതിലതാ സമസ്ത മുഷാവറയിൽ പങ്കെടുത്ത ആൾക്കാരെ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ആരൊക്കെ ഇല്ലാത്തതെന്ന് പിടുത്തം കിട്ടുമല്ലോ. ആകെ 4 ആളെ ഉള്ളൂ എന്ന് മനസ്സിലാവുമല്ലോ. എന്നിട്ട് അതിലെന്താ പറഞ്ഞത്? ശൈഖുനയുടെ പേര് എഴുതിയിട്ട് പറയാ, എന്ന വ്യക്തിയുടെ സംസാരങ്ങളിലും നീക്കങ്ങളിലും ദുരൂഹതകളും സംശയാസ്പദമായ പല കാര്യങ്ങളും ഉള്ളതായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിലയിരുത്തിയിരിക്കെ അദ്ദേഹവുമായി സുന്നി പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്ന് മുഷാവറ ആഹ്വാനം ചെയ്തു. അപ്പം ആരാ മറുപടി പറയാൻ വേണ്ടി ഫസ്റ്റ് വന്നത്? മുഷാവറ. അതിൻ്റെ അപ്പുറം വേറൊരു ഷാവറല്ലല്ലോ. മുഷാവറ ആരാ? ഏകാംഗ മശായിഖന്മാരുടെ സ്ഥാനത്തുള്ള ടീമാ. 40 ഔലിയാക്കളല്ലേ. അവരെന്താ പറഞ്ഞ്? സംശയാസ്പദമാണ്, ദുരൂഹതയുണ്ട്. എന്താടോ ആ ദുരൂഹത? എവിടെയാ സംശയാസ്പദം? ഔലിയാക്കളെ ജീവിതമൊക്കെ നോക്കി അങ്ങക്ക് ദുരൂഹത തന്നെ. കാരണം മടവൂർ ശൈഖുന ഉൾവനങ്ങളിൽ ജീവിച്ചു. നിങ്ങൾക്ക് എങ്ങനെ തിരിയോ അതിൻ്റെ സിറ്? നമ്മുടെ ശൈഖുന ജീവിച്ച ഉൾവനങ്ങൾ, അതിൻ്റെ സിറ് നിങ്ങൾക്കറിയോ? എന്ത് ദുരൂഹത! ഈ തീരുമാനമെടുത്തിട്ട് വർഷങ്ങൾ എത്രയായി? ഇന്നുവരെ പറഞ്ഞോ നിങ്ങളത്? അപ്പൊ ഞങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിച്ച പോലെ ആർക്കാ നിങ്ങൾ മറുപടി പറയാൻ ശ്രമിച്ചത്? ഈ പ്രസ്ഥാനം സംഘടന എന്ന് പറഞ്ഞാൽ എന്തോ ഒലക്കിയത്. സംഘടന മൈൻഡ് ചെയ്യണ്ടെന്നാ പറഞ്ഞത് പ്രസ്ഥാനം. അവ മുഷാവറല്ലേ ഈ പറഞ്ഞ് കഴിഞ്ഞോ? ഇല്ല. മുഷാവറയുടെ സെക്രട്ടറി എന്നഭിപ്രായപ്പെടുന്ന കള്ള ശരീഅത്തിന്റെ വാഹകൻ, ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ കുറ്റ്യാടിയിലെ മുസ്ലിയാരല്ലേ ഞങ്ങളെ ശൈഖുനക്കെതിരെ ഇവിടെ പ്രസംഗിച്ച് നടന്നത്? ഇന്ന് വരെ അയാളെ തുടരല്ലേ. എല്ലായിടത്തും കുത്തി പറയും. പേര് പറയാൻ ധൈര്യം ഉണ്ടാവില്ല. ആദ്യകാലത്തൊക്കെ 1-2 വട്ടം പേര് പറഞ്ഞു നോക്കി, മറുപടി പറയാൻ ശ്രമിച്ചിട്ടില്ല എന്നോ. 1 സിറാജ്, 2 പേരോട് പറയട്ടെ. വിതരണം ചെയ്യാൻ അധികാരമുള്ളവരെന്ന് പറയുന്ന അഹങ്കാരം വെച്ച് ജീവിക്കുന്നവര് ശൈഖാണെന്ന് ഒരൊറ്റ മുസ്ലിമും തെറ്റിദ്ധരിച്ചു പോകണ്ട. അതിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം രക്ഷപ്പെടുമെന്നും ഒരാളും ആലോചിച്ചു പോകണ്ട. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളൂ. അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളൂ. അതേ ശംസിയ്യ ത്വരീഖത്തിനെ കുറിച്ച്, കൊച്ചൂർ തരീഖത്തിനെ സംബന്ധിച്ച്, കുണ്ടോട്ടി കൈകളെ സംബന്ധിച്ച്, അങ്ങനെ പോയിട്ട് ശംസിയ്യ തരീഖത്തിനെ കുറിച്ച്, നൂരിഷാ തരീഖത്തിനെ കുറിച്ച് അങ്ങനെ തുടങ്ങിയിട്ടതാ. ഈ അടുത്ത് ഒരാള് ശൈഖാണെന്ന് പറഞ്ഞു ദുആർക്കാൻ നടന്നിരുന്നു. അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നടന്നിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ സുൽത്താൻ തരീഖത്തിന്റെ ഒരു ശൈഖാണെന്ന് പറയുന്ന ഖലീഫയുണ്ട്. അദ്ദേഹത്തിന്റെ പേരും ഇതിലുണ്ട്. ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാൻ ഒരു ഹാഫിദ്, അങ്ങനെ സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയൊരു ഹാഫിദ് കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോ, അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ ചികിത്സക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല, വൈദ്യരെടുത്തല്ല, മറിച്ച് കണക്കന്മാരും ജ്യോത്സ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവരെടുത്ത് ചികിത്സക്ക് പോകാൻ പറഞ്ഞൊരു ഹാഫിദ് എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്ത് ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ്, ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിരുന്നു. 4 കളവ് ഒന്നിച്ചാ പറഞ്ഞത്. ഇതായിരുന്നു നിങ്ങളെ മറുപടി. സംഘടന മെയിൻ്റെ ആയിട്ടില്ലാതെ ഇയാൾ അതിൻ്റെ പുറത്താ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിക്കല, ഈ സംഘടന ഒരു സാധനം ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നൊരു സാധനം. ഇവരെല്ലാവരും കൂടി കൂടിയതല്ലേ. എന്താ അയാൾ പറഞ്ഞ്? ആലുവ ത്വരീഖത്തിന്റെ ആളടുത്തേക്ക് മന്ത്രിക്കാൻ അയച്ചു. അതിനാ മെഡിക്കൽ കോളേജിൽ എത്തിയാ പിന്നെ
ഏതെങ്കിലും ചെറിയ ഡിസ്പെൻസറിയിലേക്ക് അതിനെ മാറ്റുന്നത്? ജോൺസന്മാരെടുത്ത് പറഞ്ഞയച്ചു. ഞങ്ങൾ ചോദിച്ചു, ആരെയാ പറഞ്ഞയച്ച്? ഷെയ്ഖാണെന്ന് പറഞ്ഞ് നടന്നു. ആര് നടന്നു? നിങ്ങളാ പറഞ്ഞത് മഅരിഫത്തുള്ള മോനാണ്. ഇതുവരുന്നാൽ ഇപ്പൊ ഉത്തരം കിട്ടും. എന്നോട് നേരെ പറഞ്ഞതാണ് അബൂബക്കർ മുസ്ലിയാർ മഅരിഫത്തുള്ള മോനാണ്, ബന്ധപ്പെട്ടോളൂ. നിങ്ങൾ പറഞ്ഞതാ. സ്വപ്നനഗരിയിലെ ഏറ്റവും വലിയ സമ്മേളനത്തിൽ ഷെയ്ഖുനയാണ് അന്നും ദ്വാരക്കുന്നത്. മർക്കസ് ഗാർഡൻ പൂനൂരിൽ ബുഖാരിയുടെ ദർസ് ഉദ്ഘാടനം ചെയ്ത് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രസംഗിച്ചത്, ഇത്രയും വലിയ ലദുന്നിയായ ഇൽമ് നേടിയ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് വേറെ കിട്ടുകയില്ല എന്നതാണ് അന്ന് പറഞ്ഞത്. ഞങ്ങളെ കയ്യിലുണ്ട് കൂട്ടരെ. നിങ്ങളിപ്പോൾ ഞങ്ങളെ പഴയ പ്രസംഗം എടുത്തുകൊണ്ടിരുന്നുണ്ടല്ലോ. നിങ്ങളെ കൂട്ടത്തിലിരുന്ന കാലത്തെ നിങ്ങൾ പറഞ്ഞേ. നിങ്ങളെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ പറയുള്ളൂ. അതിപ്പോൾ എടുത്തു കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം ചങ്ങാതിമാരെ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മുഅ്മിനായി വന്നാൽ അതിൻ്റെ ശേഷമുള്ള ക്ലിപ്പിട്ടിട്ട് കാര്യമുണ്ടോ? അത് തൗബ ചെയ്ത് വന്നതല്ലേ ഇവിടെ. ഒരു ബോധമില്ലാത്ത ടീം. അപ്പൊ ജോൺസന്മാരെ സമീപത്തേക്ക് പറഞ്ഞയച്ചു. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. വരവും ചെലവും ഒക്കൂലാന്ന് കണ്ടിട്ട് അയാൾക്ക് പിന്നെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കുറ്റ്യാടിയിൽ വരെ പോയി വെല്ലുവിളിച്ചിരുന്നു. പൂനൂരിലും കോഴിക്കോട്ടുമൊക്കെ പ്രത്യേക സമ്മേളനം തന്നെ അവർ നടത്തിയിരുന്നു. വല്ലാഹു ഖൈറുൻ ഹാഫിള എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിരുന്നു. അതിലാണ് ഉസ്താദ് അവറുകളെ നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. ഇനിയൊന്നും സംഭവിക്കാൻ ബാക്കിയില്ല. നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണോ പറയുന്നത്? സിറാജിൽ പറഞ്ഞു, കുറ്റ്യാടിക്കാരൻ പറഞ്ഞു, മംഗലാപുരത്ത് പോയിട്ട് ഒരാളെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചിട്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മറുപടി പറഞ്ഞു. എവിടെ നിങ്ങൾ മറുപടി പറയാത്തത്? ഏതാണോ ഈ പ്രസ്ഥാനം? വെച്ചുകൊടുക്ക് പൊന്മളയോടുള്ള ചോദ്യവും ഉത്തരവും. അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴേ ഞാൻ നിങ്ങളെ നാട്ടിൽ എന്തുകൊണ്ട് അതിനെ പറ്റി അതിപ്പോ ഒരു ഹാപ്പിന്റെ കാര്യം. അത് തെരീക്കത്തും പറഞ്ഞു. പിന്നെ എല്ലാത്തിനും പറയണ്ട. അയാൾ തെരീക്കത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടിരുന്നോ തെരീക്കത്ത്? ആര് കേൾക്കണം? ഇല്ല, തെരീക്കത്ത് കേട്ടില്ല. നമ്മളെ എതിർത്ത് എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ ആളുകൾ മുഴുവൻ അയാൾ വലിയാണെന്നും പറഞ്ഞു. ആളുകൾ പറഞ്ഞതിന് ശൈഖുനെ എന്താക്കണങ്ങായി? ആളുകൾ പറഞ്ഞതിന് ഒരാളെ ഹുക്കുമയ്യൽ. ത്വരീക്കത്തൊന്നും പറഞ്ഞില്ല. പിന്നെ നമ്മളില്ലാത്ത പറയണ്ട. മറ്റേ ആളോ ത്വരീക്കത്തിന്റെ അജണ്ട അറിഞ്ഞോ? പരസ്പര വൈരുദ്ധ്യമായ കാര്യങ്ങൾ. അതാ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അഹ്ലുസുന്നയുടെ അടിസ്ഥാന കാര്യമാണ് അവിടെ പറയുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ അബദ്ധങ്ങളാ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ദീനിന്റെ അടിസ്ഥാനം തകർത്തതിന്റെ ഉദാഹരണങ്ങളാ ഞങ്ങൾ നിരത്തിയത്. അപ്പൊ നിങ്ങൾ പറയാ എന്ത്? അതൊന്നും ഇല്ലാത്തൊന്നും നമ്മൾ പറയണ്ട. ആളുകൾ വലിയാക്കി. ആളുകളല്ല വലിയാക്കൽ, വലിയാക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അസ്ഹാബുൽ വക്തുകളായ മശായിഖന്മാർ അവരാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതൊക്കെ പറഞ്ഞു തന്നത്. അതിന് നിങ്ങളെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സിറാജിൽ എഴുതുന്നു, മുഷാവറിൻ്റെ 2 സെക്രട്ടറിമാർ പ്രസംഗിക്കുന്നു. ഇനി പുല്ലാളൂർ വന്നിട്ട് ഇവർ ത്വരീക്കത്ത് സമ്മേളനം നടത്തി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് പുല്ലാളൂരിൽ വന്ന് ത്വരീക്കത്ത് സമ്മേളനം നടത്തി. നിങ്ങൾ മറുപടി പറയാൻ ശ്രമിച്ചിട്ടില്ല എന്നല്ലേ? ഇതൊന്നും നിങ്ങൾ ചെയ്തതല്ലേ? പൊന്മള വലിയ കാര്യത്തിൽ വിട്ടുന്നത് മദീനത്തല്ല റൗദ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശൈഖുനാനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മദീനത്തല്ല റൗദ എന്ന് ശൈഖുന പറഞ്ഞു. എവിടുന്നാ പറഞ്ഞ്? മദീനത്തു നിന്നാണ്. മദീനത്ത് റൗദല്ലേ ശൈഖുനവിന് മദീനത്ത് പോകും. പച്ചയായ കള്ളത്തരം പറഞ്ഞു. അപ്പം നമ്മളെ റഫീഖ് മാഷ് എഴുന്നേറ്റ് ചോദിച്ചു, നിങ്ങൾ ഒരാൾ എന്ന് പറഞ്ഞല്ലോ, ആ ആളാരാണ്? പൊന്മളപ്പതിന് സ്ഥലം വിട്ടിനി. അലവി എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, അത് ഉസ്താദ് പറഞ്ഞതാണ്. ആരെക്കുറിച്ചാണെന്നൊന്നും എനിക്കങ്ങനെ കൃത്യമായിട്ട് ഓർക്കണില്ല. എങ്ങനെ ഓർക്കും? ഇത് പറഞ്ഞാൽ സൂയിപ്പാവൂലേ? കുരുവട്ടൂർ എന്നല്ലേ ചോദ്യം വരുന്നത്. നിങ്ങൾ മറുപടി പറയാൻ ശ്രമിച്ചിട്ടില്ല എന്നോ? ആ ചോദ്യോത്തരം ഒന്ന് വെച്ചു കൊടുക്ക്. ഉസ്താദിന്റെ പേര് റഫീഖ്. ഇവിടെ ചോദിക്കുന്നത്, നേരത്തെ മൻമൾ ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി,
മുത്തുനബിയുടെ റൗദ ഷരീഫ് ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്തല്ല എന്നുള്ള ഒരു പരാമർശം നേരത്തെ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. അത് ആരോടാണ് എപ്പോഴാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കണം. അതിന്റെ വ്യക്തമായ തെളിവ് ഉസ്താദ് പറഞ്ഞ ഒരു വിഷയമാണ്. ഉസ്താദ് ആളെ പേര് പറഞ്ഞിരുന്നോ എന്ന് എനിക്കറിയില്ല. ആരെ പറ്റിയാണ് പറഞ്ഞത്? ഒരുപാട് ശൈഖന്മാരുള്ളതല്ലേ, ഓരോരുത്തരും ഓരോ വാദം പറയുകയാണ്. ആ വാദത്തെക്കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത്. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഉസ്താദ് ഇവിടുന്ന് പോയല്ലോ. അതുവരെ നമുക്കത് അങ്ങനെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു. ഉസ്താദ് ആരെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അത് ഉസ്താദിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഉസ്താദ് ഹയാത്തിലുള്ള ആളാണല്ലോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമുക്കത് ചോദിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. വ്യക്തിയുടെ പേര് ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആരെ ഉദ്ദേശിച്ചാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അറിയാത്ത കാര്യം എന്നെ പറയാൻ പറ്റൂലല്ലോ. ഉസ്താദ് നേരത്തെ ഈ പരിസരത്തുള്ള ആള് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദ ഷരീഫ് ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്തല്ല, അതല്ലാതെ കുറെ ദൂരത്താണ് എന്ന് ഒരു വ്യക്തി സൂചിപ്പിച്ചു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഉസ്താദ് ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് പറഞ്ഞതെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരു വിഷയം ചോദിക്കാനുള്ളത്, പിന്നെ നൗഷാദ് മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി, പിന്നെ അതിന്റെ അപ്പുറത്ത് വന്നതാണ് ഈ ചോദ്യം. നമ്മൾ ആവർത്തിച്ചു ചോദിച്ചു. എന്താ ചോദ്യം? ഈ പരിസരത്തുള്ള ആള് എന്നാ പറഞ്ഞ്, അതുപോലെ തന്നെ റൗദ അതിൻ്റെ അവിടെ എല്ലാം എന്നാ പറഞ്ഞ്, ആരെക്കുറിച്ചാണ് പറഞ്ഞത് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഉസ്താദ് പോയി. ആരെക്കുറിച്ചാന്ന് എനിക്കറിയില്ല, ഞാൻ പറയാഞ്ഞാൽ ഇപ്പത് കുറേ ശൈഖന്മാരുള്ളതല്ലേ, എല്ലാവർക്കും അറിയാം ഇവർ പറഞ്ഞത് ആരാണ്. പക്ഷേ നേർക്ക് നേരെ ചോദ്യമാണ് വന്നപ്പോൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതാരാ കേട്ടത്, അതാരാ പറഞ്ഞത്, തെളിവ് ഹാജരാക്കൂ. ഒരു തെളിവും കയ്യിലില്ല എന്ന് ഉറപ്പാ. അപ്പോൾ പുല്ലാളൂരിൽ വന്ന് നിങ്ങൾ ത്വരീഖത്ത് സമ്മേളനം നടത്തിയപ്പോൾ ഞങ്ങളുടെ ചെറുപ്പക്കാർ അവിടെ പോയി ചോദിച്ച് ഉത്തരം മുട്ടിച്ചത് സംഘടന മറന്നുപോയോ? നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലല്ലേ? മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി, പക്ഷേ നടന്നിട്ടില്ല. അപ്പം 3 എണ്ണമായിട്ടോ, 4 എണ്ണമായി സിറാജ് അടക്കം. ഇനി നമ്മൾ റദ്ദുൽ വാഫിർ വായിച്ചപ്പോൾ പലരും ഇപ്പോൾ നമ്മളെ ഈ പോരാട്ടത്തിൽ വന്നു പോയിട്ടുണ്ട്. ഒരാൾ വലിയ കാര്യത്തിൽ വന്നി, നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല, കുറ്റ്യാടിയിലെ ഒരു മുസ്ലിയാർ, പേരോടിൻ്റെ പ്രിയ ശിഷ്യൻ ചെറുമോത്ത് സഖാഫി, മുദർരിസ്, ഇസ്തിഗാസ വിരോധി, നബിദിനത്തിൻ്റെ വിരോധി. അയാൾ വന്നിട്ട് പറഞ്ഞതാ, ഞാൻ ഇന്നു മുതൽ ഇവിടെ വീഡിയോ പ്രദർശനം തുടങ്ങുകയാണ്, ഇതിൻ്റെ 1ാമത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞ് ഞമ്മക്ക് മറുപടി പറയാൻ വേണ്ടി ഔദ്യോഗികമായി കുറ്റ്യാടിയിൽ നിന്ന് വന്നു. അതിൻ്റെ 1ാം വാള്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, 2ാം വാള്യം ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. ഇനിയേറ്റത് ഇറങ്ങൂല്ല. 1ാം വാള്യം ഒന്ന് കേട്ടോളൂ. നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഒരു വ്യക്തി പേരോട് ഉസ്താദിനെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയിൽ എത്രത്തോളം വിഷയങ്ങളുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ വൈരുദ്ധ്യങ്ങളും കിതാബിൻ്റെ ഉദ്ധരണിയിലെ അർത്ഥം മാറ്റിവെക്കലും സമൂഹത്തെ ചെറിയ രൂപത്തിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വീഡിയോയുടെ 1ാം ഭാഗമാണ് ഇത്. ഇൻഷാ അല്ലാഹ് ഒരു വിഷയം ചോദിക്കാനുള്ളത്, ആ 1ാം വാള്യം എന്നതിൽ നിന്ന് ഇപ്പോഴും 2ാം വാള്യത്തിലേക്ക് എത്തിയിട്ടില്ല. 1ാം വാള്യത്തിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ചെറുമോത്തിനിറക്കി, ഞങ്ങൾ കുറ്റ്യാടിയിൽ ചെന്നു, റദ്ദുൽ വാഫിർ എടുത്ത് മറുപടി പറഞ്ഞു. 1ാം വാള്യത്തിൻ്റെ 2ാം വാള്യം ഇന്ന് വരെ ഇറങ്ങിയില്ല എന്നതല്ലേ സത്യം. അങ്ങനെ എത്ര ആളുകൾ വന്നു പോയി കൂട്ടരെ. ഒന്നിൽ തന്നെ അയാൾ പോയി. പിന്നെ ഒരാളുണ്ടായിരുന്നു, ബക്കാറത്ത് നീക്കാൻ വന്ന ആള്. ബക്കാറത്ത് നീക്കാൻ ഞങ്ങൾ പറഞ്ഞു അതിന് പറ്റിയ ആലത്തൊന്നും നിങ്ങൾ എടുത്തില്ല. ഞങ്ങളന്നേ പറഞ്ഞു അത് നിങ്ങൾ നോക്കിയിട്ടില്ല എന്നോ ശ്രമിച്ചിട്ടില്ല എന്നോ. 6ാമത്തെ ശ്രമം. ഇങ്ങനെ ഒരു 100 എണ്ണാണ്ട് സമയത്തിനനുസരിച്ചാണ് ഞാൻ എണ്ണുന്നത്. ഒക്കെ മുശാവറ അങ്ങാണ്. 40 ഔലിയാക്കളെ സ്ഥാനത്തുള്ളവരല്ലേ. വരട്ടെ അയാൾ അന്നത്തെ ആ ഒരു ബക്കാറത്ത് മൗലവി എന്നൊക്കെ അന്ന് നമ്മൾ പേരിട്ടിരുന്നു. വരട്ടെ. കുറെ സ്ഥലത്ത് ഐകൾ ഇങ്ങനെ ഒരു കൂട്ടം കൂടി ഒരു റൗഡികളെ പോലെ വന്ന് കഴിഞ്ഞ പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ അത് കച്ചറയാക്കാൻ വന്നതാ. ഞങ്ങളുടെ പ്രവർത്തകരുടെ സഹിഷ്ണുത കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കണം.
ഈ എല്ലാ മുഖാമുഖം അതാ ഞാൻ പറഞ്ഞു, ഇനിയുള്ള എല്ലാ കുരുവ ടൂറിസത്തെ കുറിച്ച് പ്രവർത്തകർ എവിടെ ഉണ്ട് എല്ലാവരും ഒരു 3 ചോദ്യമെങ്കിലും ചോദിക്കണം. അത് ഫാത്തിഹാക്കിയിട്ട് ഇനി വേറെ വർത്താനുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ ഇവരെ ഇവലൊക്കെ എന്തോ ഒരു അരശുഭ മുട്ട സംഗതി ഉണ്ട്. ഒരു ചൂക്കൂല്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞത് എന്താന്ന് നിങ്ങൾക്ക് തിരിയില്ല. ഇസ്ലാമിക ശരീഅത്തിന്റെ അഖീദ എന്താണെന്ന് അറിയാത്ത സുഫഹാക്കള ഇവിടെ ലോകത്ത് അള്ളാഹുവിന്റെ നിയമങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള സിഫാത്തുകളും വിശദീകരിക്കാൻ നടക്കുന്നത്. ഇതുകൊണ്ടാണ് ഞങ്ങള് ഒരീസെങ്കിലും ഒരു ബക്കാറത്തം നീക്കാൻ തീരുമാനിച്ചിട്ട് എന്നതിന് മെനക്കെട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചു അതിന് നീക്കാൻ 40 കൂടിയാലും ആവൂല സഖാഫി, മനസ്സിലായോ? അതിന് പറ്റിയ ആൺകുട്ടികളൊന്നും ആ കൂട്ടത്തിൽ ജീവിച്ചിട്ടില്ല. ഇല്ലാന്ന് ഉടനെ തന്നെ തെളിയിച്ചില്ലേ ഇവിടെ. എന്താ നിങ്ങൾ പറഞ്ഞു? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ മുഖാമുഖത്തിലും 3 ചോദ്യങ്ങൾ. അൽ കൗസറുൽ ജാരിയായിട്ട് കൂട്ടിലങ്ങാടിയിലാണ് ചെന്നപ്പോഴേ പിന്നെ ചോദ്യത്തിൻ്റെ പൂതിയൊക്കെയാണ് തീർന്നുപോയി. പുലാമന്തോളിൽ നമുക്കെതിരെ തന്നെ ഒരു പ്രോഗ്രാം നടത്തി, നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ആ മുഖാമുഖം കണ്ണൂരിലെത്തിയപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച് ചോദിച്ചു. 3 ചോദ്യം അനുവദിക്കപ്പെട്ടതാണല്ലോ. നമ്മളെ പേര് പറഞ്ഞ ഉടനെ അലവി ഇടപെട്ടു, ഇനി ചോദിക്കരുത് എന്നായി. ഇതൊന്നും പ്രസ്ഥാനല്ലേ, ഇതൊന്നും സംഘടനല്ലേ? നീ ഏതാ ഈ പ്രസ്ഥാനം എന്നറിയുന്നത്? അപ്പോൾ കേട്ടോളൂ, അതൊന്ന് കേട്ടോളൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേൾക്കാം. അലവിയുടെ പിന്നെ അലവി സഖാഫിയുടെ പറയലും അവിടെ ഒരാൾ ഇടപെട്ട് ചോദ്യം ചോദിക്കാൻ നിൽക്കുമ്പോൾ അതിന് അനുവദിക്കാത്ത രംഗവും വെക്ക്. ബേജാറാലി ഒരു പ്രത്യേക അറിയിപ്പ് എല്ലാവരോടും പറയാണ്ട്. ഇനി നടക്കുന്ന എല്ലാ മുഖാമുഖങ്ങളിലും കുരുവ ടൂറിസത്തെ കുറിച്ച് 3 ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുന്നതാണ് എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. അപ്പൊ ഇനി അടുത്ത മുഖാമുഖങ്ങളിൽ 3 ചോദ്യം 5 ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. ജാഗ്രത എന്നറിയിക്കുന്നു. മറ്റൊരു വിഷയം ചോദിക്കാനുള്ളത്, പിന്നെ നൗഷാദ് മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി, അദ്ദേഹം പിന്നെ കറാമത്തും എന്റെ സംശയം കുരുവ ടൂറിസത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അവസ്മാരം ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരെത്തിയപ്പോഴേക്ക് 3 ചോദ്യം പോയിട്ട് ഒറ്റ ചോദ്യം പോലും ഉണ്ടായില്ല. അപ്പൊ നിങ്ങളിങ്ങനെ മറുപടി പറയുന്നല്ലേ ഈ കാലം വരെ ചെയ്തത്. എല്ലാവരും ഇറങ്ങി മറുപടി പറഞ്ഞു. ഒരു മുഖാമുഖത്തിൽ 3 ചോദ്യം റിസർവ് ചെയ്തു. ചോദ്യം വന്നപ്പോൾ പിന്നെ ഒരൊറ്റ ചോദ്യത്തിന് പോലും അനുമതി കൊടുത്തില്ല. പിന്നെ കൊട്ടുക്കരക്കാരൻ, അയാൾ നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ. 7ാമത്തതായി അയാൾ നമുക്കെതിരെ എത്ര ഗണന നടത്തിയത്. ഈ അടുത്ത് നമ്മൾ കൊണ്ടോട്ടിയിൽ പ്രസംഗിച്ചതിന് അയാളെ സ്ഥാപനത്ത് പോയി മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞതാകെ പോയി. അത് വേറൊരു കാര്യം. അതിൻ്റെ ഒരു ശകലം കാണിച്ചു കൊടുക്ക്. നിങ്ങൾ നോക്ക്, ഇത് റാഫിലിയാണെന്ന് പാങ്ങില് മമ്പുറം തങ്ങൾ പറഞ്ഞു എന്നാണ് ഇപ്പൊ പാങ്ങില് പറഞ്ഞത്. ചിലർക്ക് മമ്പുറം തങ്ങളെ ഫത്വ വല്ലാത്ത ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മുടെ പഴയകാല ഉലമാവ് സമസ്തയും ഈ തീരുമാനങ്ങളൊക്കെ എടുത്ത്. ഞാൻ വായിക്കാതാ കൊണ്ടോട്ടി ചരിത്രം സംസ്കാരം കെ മുഹമ്മദ് അബ്ദുൽ സത്താർ. നിങ്ങളെ ഗണ്ണനത്തിന്റെ കോലം കൊട്ടുക്കരക്കാരൻ. ചിലർക്ക് മമ്പുറം തങ്ങളുടെ ഫത്വ കിട്ടാഞ്ഞിട്ട് വലിയ ഇടങ്ങാറ്. ആരാ? നമ്മളല്ലേ ചോദിച്ചത്. കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾക്കെതിരിൽ മഹാനരായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ ഉപ്പാപ്പ എവിടെയെങ്കിലും ഫത്വ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവാ ഫത്വ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് മറുപടിയായിട്ട് നിങ്ങളെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ഒരു സംഭവം നടത്തിയിട്ട് നിങ്ങൾ എന്താ പറഞ്ഞ്? ഇതാ തെളിവുണ്ട്, കെ കരീം പറഞ്ഞിട്ടുണ്ട്, സത്താർ പറഞ്ഞിട്ടുണ്ട്. ആരായി ഇവ രണ്ടാളും? പഴയ വഹാബികളാണ്. അത് നിങ്ങൾ അടുക്കളയിൽ തന്നെ വെച്ചാൽ മതി, ഞങ്ങൾക്ക് വഹാബിൻ്റെ ബുക്ക് തെളിവായി വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ ഗണ്ണിച്ചപ്പോഴാണ്. അൻവരി ഉസ്താദും തൊഴിയൂർ ഉസ്താദും അയാളെ നേരത്തെ കൈകാര്യം ചെയ്തതുകൊണ്ട് ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞ മറുപടിയായിട്ട് വന്നവരാണ്. പിന്നെ നമ്മളെ മാസ്റ്റർ പീസ് ഗണ്ണനം നടത്തിയ ആളുണ്ടല്ലോ, ആളൊന്ന് കൊണ്ടുവര്. അപ്രകാരം പോലത്തെ അത് അവരെ പോലെ തന്നെയാണ് എന്നല്ല ബൽ അഅ്ളമു മിൻഹും, അവരെക്കാൾ പിഴച്ച കക്ഷികളാണ് എന്ന് പറഞ്ഞിട്ട് ആരാള്? വാളക്കുളത്തുകാരൻ അല്ലേ? ചെറുമോത്തിലെ സഖാഫി ഞങ്ങൾക്കെതിരെ ഖണ്ഡനം നടത്തിയത് ഒരൊറ്റൊന്നാണെങ്കിൽ ഇദ്ദേഹം ഖണ്ഡനമായി വന്നു. കുരുവട്ടൂരിസത്തെ തീർത്തിട്ടേ നിൽക്കൂ എന്നായി. അലവി സഖാഫി പോലെയുള്ള ആളുകൾ ആശീർവദിച്ചു. നിങ്ങൾക്കെതിരിൽ മറുപടി പറയാൻ ഇതാ വാളക്കുളം തന്നെയുണ്ട് എന്ന് പറഞ്ഞു. 100 തികക്കുമെന്നായി, സെഞ്ചുറി അടിക്കുമെന്നായി.
ഞങ്ങൾ മുന്നേറുന്നു എന്നായി. അദ്ദേഹത്തിനെ ഒന്നിൻ്റെ പിന്നിൽ ഒന്നായി കൊണ്ടുവന്ന് 2025 ഏപ്രിൽ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ 87ാമത്തെ മെയ് മാസം 87ാമത്തെ എപ്പിസോഡ് കൊണ്ടുവന്നു നമുക്കെതിരെയുള്ള 87ാമത്തെ എപ്പിസോഡ് 2 മാസം മുമ്പ് കൊണ്ടുവന്നു. ഇപ്പം ജൂണായിലേത്, അതിൻ്റെ തൊട്ട് മുമ്പ് മെയ്, ഏപ്രിലാണ് 8-ാം തീയതിയാണ് ലാസ്റ്റ് നമുക്കെതിരെ പേര് വെച്ച് പ്രസംഗിക്കുന്നത്. 2 മാസമായിട്ട് അയാൾ എവിടെ 88ാമത്തെ എപ്പിസോഡ്? എന്താ അയാൾ വരാത്തത്? അയാൾക്കെന്താ അവിടെ പണി? നെറ്റിൻ്റെ റീചാർജ് ചെയ്ത് കൊടുക്കാത്തതാണ് ഞങ്ങൾ ഇടപെട്ട് ചെയ്തു കൊടുത്തോളാം. അയാളെ ഇറക്കിങ്ങൾ. ഒരു കാലത്തും അയാൾ ഇനി കുരുവട്ടൂരെന്ന് പറഞ്ഞു വരില്ല. എന്തുകൊണ്ട് വരില്ല? നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി വിലയിരുത്തി നമ്മുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് മിസ്റ്റർ വാളക്കുളമെന്ന്. അയാൾ വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. നമ്മൾ പ്രസംഗിച്ചാൽ കാവനൂരിലെ ജൽപ്പനങ്ങൾ ഏടെ പോയടോ ഇയൊക്കെ. ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ ഇത് മുന്നോട്ട് പോകില്ല. ചിലത് കുറച്ച് ആദ്യം തന്നെ വീടും, ചിലത് കുറച്ചൊക്കെ ഇങ്ങനെ വയന്നു പോയി അപ്പുറത്ത് വീടും. ഞങ്ങൾ വേറെ ഏതോ ഇസല്ലത്. ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ, മശായിഖന്മാരുടെ അഹ്ല്. അതാണ് ശരിയായ സൂഫി വഴി. അതിനെ തകർക്കാനുണ്ടോ കള്ള ശരീഅത്തുകാർക്ക്? കഴിഞ്ഞിട്ടില്ല എന്നോ? ഇനി മാത്രമല്ല, സിറാജ് മാത്രമല്ല, അതാ 9ാമത്തതായി ഈ സാധനം പറയാതെക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വലിച്ചെറിഞ്ഞ സാധനമല്ലേ സുന്നി വോയിസേ. സുന്നി വോയിസൊക്കെ നിങ്ങളെ സംഘടനയുടെ മെയിൻ പത്രല്ലേ കൂട്ടരെ. അതിലതാ ഒരു ലേഖനം തന്നെ. എന്താ ലേഖനത്തിൽ നിങ്ങൾ എഴുതിയത്? കുരുവട്ടൂരിസം എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു? സംഘടന മെയിൻറ്റെയിൻ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ മുഖപത്രത്തിൽ എങ്ങനെയോ ഈ ലേഖനം വന്ന്. അതാ ഞാൻ ചോദിച്ചത്, എന്തോ ഒലക്കെ നിങ്ങൾ ഈ സംഘടന കൊണ്ട് ഉദ്ദേശിച്ചത്? നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ 9ാമത്തതായി ഇതോടെ എടുക്കണ്ടേ. ഇനി ഏറ്റവും വലുതന്നെ എടുത്തുകൊണ്ട് വരി. ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളല്ലേ. മുശാവറയുടെ തീരുമാനം നിങ്ങൾ സിറാജ് പത്രത്തിൽ കൊടുത്തു. നിങ്ങളുടെ ആളുകൾ മൊത്തത്തിലിറങ്ങി വലിയ സമ്മേളനങ്ങൾ നടത്തി, ഞങ്ങൾക്കെതിരിൽ മുഖപത്രത്തിൽ എഴുതി. അതിൻ്റെ എല്ലാം പുറമെ നിങ്ങൾ ഒരു ടീമിനോടും ചെയ്യാത്ത പണി, മുശാവറയുടെ മീറ്റിംഗ് ക്ലിപ്പാക്കി ഞങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ കുട്ടി മുശാവറ എഴുതി കൊടുത്ത വാക്കുകൾ വലിയ മുശാവറയെ കൊണ്ട് നിങ്ങൾ വായിപ്പിച്ചു. അത് വീഡിയോ ആക്കി നിങ്ങൾ വിട്ടില്ലേ? നിങ്ങളെ ഗതികേട്. പക്ഷേ എന്താണ്ടായത് അത് പറയട്ടെ, ബാക്കി ഞാൻ പിന്നെ ശേഷം പറഞ്ഞുതരാം. വെക്ക്. നൗഷാദ് അഹ്സനി എന്ന് പറയപ്പെടുന്ന ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് മുശാവറയുടെ ഉള്ളിൽ നടന്ന സംഭവത്തിന്റെ ക്ലിപ്പെടുത്ത് പുറത്തിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ആദർശത്തിന്റെ കരുത്തല്ലേ സൂചിപ്പിക്കുന്നത്? മുശാവറന്റെ ക്ലിപ്പ് വരെ ഇറക്കിയിട്ട് എന്തായി? മല എലിയെ പ്രസവിച്ചു, ഒന്നും സംഭവിച്ചില്ല. ആളുകൾ ചോദിച്ചു ഒരൊറ്റ ചോദ്യം, അവർക്ക് ശരീഅത്ത് വിരുദ്ധമായ എന്ത് കാര്യമാണ്? ഞങ്ങളിവിടെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചതല്ല. അഹ്ലുസുന്നയുടെ ആശയങ്ങൾ എതിർത്ത നിങ്ങൾക്കെതിരിൽ സംസാരിച്ചു, സൂഫിയത്തിന് വേണ്ടി സംസാരിച്ചു. കൊണ്ടോട്ടി മശായിഖന്മാരെ വിഷയം വന്നപ്പോൾ ഞങ്ങൾ ഇടപെട്ടു. നിങ്ങൾ കുറേ കാലമായിട്ട് പല മശായിഖന്മാരെ എതിർത്തിട്ടുണ്ട്. പല മശായിഖന്മാരും പറഞ്ഞു നിന്റെ ചെയ്യണ്ട, ഓലെന്തോ എതിർത്ത് പൊയ്ക്കോട്ടെ, ഓൽക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്ന ടീം വരുന്നുണ്ട്. ആ ടീമാണല്ലോ ഞങ്ങൾ.